ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി വിവാദ നടപടികൾ, അതുൽപ്പാദിപ്പിക്കുന്ന വിവാദാത്മകമായ വാർത്തകൾ, അവയുടെ ഉള്ളറകളിലൂടെ കടന്നു പോകുക എന്നതാണ് മലയാളിയുടെ വിധി. ഈ ആഴ്ച തന്നെ പ്രമുഖ വാർത്തകൾ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് സംജാതമായത്. ഈ കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളിൽ കത്തി നിന്ന വാർത്ത പശ്ചിമഘട്ട പ്രക്ഷോഭത്തെ സംബന്ധിച്ച വാർത്തയായിരുന്നു. ഇന്നും വാർത്താ പ്രാധാന്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും അതിന് മുകളിലായി മറ്റൊരു വാർത്ത ഇന്നലെ അപരാഹ്നം മുതൽ നമ്മെ തേടിയെത്തിയിരിക്കുന്നു. ആറന്മുള വിമാനത്താവളത്തിനുള്ള പാരിസ്ഥിതിക അനുമതിയെ സംബന്ധിച്ച വാർത്തയാണത്. ഇന്ന് പത്രലോകം പ്രമുഖമാക്കിയിരിക്കുന്നത് ആ വാർത്ത തന്നെയാണ്. പുതിയ വിവാദങ്ങളിലേക്ക്, അതുൽപ്പാദിപ്പിക്കുന്ന പുതിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങളിലേക്ക് ഒക്കെ കേരളം സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്ന മറ്റൊരു വാർത്തയായി അത് മാറിയിരിക്കുന്നു. മംഗളം എന്ന പത്രം കാണുക. അതിൻ്റെ മൊത്തത്തിലുള്ള പത്രത്തിൻ്റെ ചെറിയൊരംശം ഒഴിച്ചാൽ ബാക്കി ഒന്നാം പേജ് മുഴുവൻ പരസ്യമാണെങ്കിലും ആ അവശിഷ്ട ഭാഗത്ത് ആ വാർത്ത തന്നെയാണ് മംഗളം നൽകിയിരിക്കുന്നത്. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി, എതിർപ്പ് തള്ളി ടേക്ക് ഓഫ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യാന്തര വിമാനയാത്രയുടെ ടേക്ക് ഓഫ് ആറന്മുളയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ മണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മംഗളം ആ വാർത്തയുമായി ബന്ധിപ്പിച്ച് നടത്തുന്ന നിരീക്ഷണം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: CPM നേതാവ് സീതാറാം യെച്ചൂരി അധ്യക്ഷനായ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും പരിസ്ഥിതിവാദികളുടെയും നാട്ടുകാരുടെയും എതിർപ്പ് തൃണവൽഗണിച്ച് നിർദ്ദിഷ്ട ആറന്മുള വിമാനത്താവളത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അന്തിമ പാരിസ്ഥിതികാനുമതി തിങ്കളാഴ്ച വൈകിട്ട് ഇത് സംബന്ധിച്ച ഉത്തരവ് മന്ത്രാലയം പുറപ്പെടുവിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഉപാധികളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത്. 20-ലധികം ഉപാധികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ഉപാധികളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കുന്ന പക്ഷം ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന അനുമതി നിഷേധിക്കപ്പെടും എന്നൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള അനുമതി പത്രം നൽകുന്നതിലൂടെ, അന്തിമ അനുമതി പത്രം നൽകുന്നതിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇതേ സംബന്ധിച്ച് 30 ദിവസത്തെ സാവകാശവും സമയവും ഇതിനിപ്പോൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും അവരുടെ മുന്നിലുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഈ തീരുമാനത്തിനെതിരെ ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാനുള്ള അവകാശം എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടെന്നിരിക്കെ 30 ദിവസത്തിന് ശേഷം മാത്രമാണ് ഈ അന്തിമ അനുമതി പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നും ഈ വാർത്തയിൽ നമ്മോട് പറയുന്നു. അതുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഏതായാലും കേരളത്തിൽ ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര വിമാനത്താവളമാണ്. രാജ്യാന്തര വിമാനത്താവളം എന്നത് സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ രാജ്യാന്തര വിമാനത്താവളത്തിനാണ് KGS ഗ്രൂപ്പ് പണി ആരംഭിക്കാൻ ഇരിക്കുന്നത്. ഏതായാലും 30 ദിവസം പണി നടക്കില്ല. അതിനുശേഷം 30 ദിവസത്തിന് ശേഷം ലഭിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആത്യന്തികമായ അനുമതി ലഭിക്കൂ എന്നാണ് വസ്തുത. ഏതായാലും KGS ഗ്രൂപ്പ് ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസത്തിനകം ആരംഭിക്കുമെന്ന് KGS ഗ്രൂപ്പ് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ 1 മാസം സമയം അപ്പീൽ പീരീഡാണ്. 2015 ഡിസംബറിൽ സർവീസ് ആരംഭിക്കാൻ കഴിയും വിധം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് KGS ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ വിമാനത്താവളവുമായി ബന്ധിപ്പിച്ച് മറ്റൊരു വിമാനത്താവളത്തിനും ലഭിച്ചിട്ടില്ലാത്തത്ര വണ്ണം വിവാദാത്മകമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ KGS ഗ്രൂപ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മാതിരി 2015 ക്ഷിപ്രം അത് സംബന്ധിച്ച കാര്യങ്ങൾ നീങ്ങും എന്ന് കരുതാൻ ഇടയില്ല എന്നു മാത്രമല്ല, അതിശക്തമായ പ്രതിഷേധം പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രബലരായ പരിസ്ഥിതി വിജ്ഞാനീയവാദികൾ, അതുപോലെ തന്നെ മറ്റ് വിഭാഗത്തിലെ ആളുകൾ ഒക്കെ പങ്കെടുത്തുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ നാളുകളാണ് ഈ വിമാനത്താവള അനുമതിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ്
നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അനുമതിയുടെ പശ്ചാത്തലത്തിൽ ഉടനെ തന്നെ ഇതൊക്കെ ആരംഭിക്കാൻ പോകുന്നു എന്ന് കരുതുക വിഡ്ഢിത്തമായിരിക്കും. കാരണം കേരളത്തിലെ 72 MLA-മാർ ഒപ്പിട്ട നിവേദനം നൽകപ്പെട്ടിരുന്നു. ഈ വിമാനത്താവളം നമുക്ക് ആവശ്യമില്ല എന്ന നിലയ്ക്ക് അത് പരിഗണിച്ചിട്ടില്ല. അതുപോലെ ധാരാളം എതിർപ്പുകൾ പരിഗണിക്കാതെയാണ് ഇതേ സംബന്ധിച്ച കാര്യങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നത്. അത്രത്തോളം അതിശക്തമായ സ്വാധീനം കേന്ദ്രത്തിൽ KGS ഗ്രൂപ്പിന് ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. എങ്കിൽ പോലും അത്ര എളുപ്പമായിരിക്കില്ല നിർമ്മാണ പ്രവർത്തനത്തിലേക്കും തുടർ പ്രവർത്തനത്തിലേക്കും നീങ്ങുക എന്നത്. മംഗളത്തിൻ്റെ കണ്ണാടി പേജ് കാണുക. ആറന്മുള വിമാനത്താവളം MLA-മാരുടെ നിവേദനം കാറ്റിൽ പറത്തി. രാജു പോളാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആറന്മുള വിമാനത്താവളത്തിന് കേന്ദ്രാനുമതി ലഭിച്ചത് 74 നിയമസഭാംഗങ്ങൾ ഒപ്പിട്ട് നൽകിയ നിവേദനം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതിൽ 69 പേർ അനുകൂലിച്ച് ഒപ്പിട്ടിട്ടുണ്ടെന്നും കേൾക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി 2 മാസം മുമ്പ് നൽകിയ സത്യവാങ്മൂലമാണ് കേന്ദ്രാനുമതിക്ക് പിടിവള്ളിയായത്. നിലം നികത്തിയതിൻ്റെ പേരിൽ കോട്ടയം വിജിലൻസ് സ്പെഷ്യൽ കോടതിയിൽ കമ്പനി ഉടമകൾക്കെതിരെ കേസ് നിലനിൽക്കുന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വിമാനത്താവള കമ്പനി ഉടമകൾക്ക് ക്ലീൻ ചീറ്റ് നൽകിയത് ദുരൂഹമായാണ് മംഗളം കാണുന്നത്. ഏതായാലും പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഈ തീരുമാനത്തെ VM സുധീരൻ എതിർക്കുന്നത് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് അന്തിമാനുമതി നൽകിയത് വഴി പ്രബലമായ പ്രതിഷേധങ്ങളെ വകവെക്കാതെ അന്തിമാനുമതി ഈ പ്രോജക്റ്റിന് നൽകുന്നത് വഴി പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് VM സുധീരൻ എന്ന കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിനുള്ളിലും ഇതേ സംബന്ധിച്ച് ഭിന്നാഭിപ്രായം തലപൊക്കിയിട്ടുണ്ട്, ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്.